ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുമോ? സംസ്ഥാന കായിക മന്ത്രിയുടെയും സ്പോൺസറുടെയും പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളോടെ ആശയക്കുഴപ്പത്തിലാണ് ആരാധകർ. മെസ്സിയും സംഘവും കേരളത്തിലേക്ക് കളിക്കാൻ വരാനുള്ള സാധ്യത വിദൂരമാണെന്നാണ് ഇപ്പോഴും കരുതേണ്ടത്. അതിനുള്ള കാരണങ്ങൾ നിരവധിയുണ്ട്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരം നടത്താൻ പരിഗണിക്കുന്നത്. 2017 അണ്ടർ-17 ലോകകപ്പ് നടന്നപ്പോൾ ഫിഫയുടെ സുരക്ഷാ നിബന്ധനകൾ പാലിക്കുന്നതിനു വേണ്ടി 29,000 കാണികളെ മാത്രമാണ് കലൂരിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, മെസ്സിയെയും സംഘത്തെയും ഇത്രയും പണം മുടക്കി കൊണ്ടുവരുന്നത് ഇത്രയും കാണികൾക്ക് മുൻപിൽ കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണോ എന്നതും ശക്തമായ ചോദ്യം. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ലൈസൻസ് റദ്ദാക്കിയത് സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്നാണ്. സ്റ്റേഡിയത്തിൽ നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. ഫിഫയുടെ ചട്ടങ്ങൾ ഇത് അനുവദിക്കുന്നില്ല. അർജന്റീനയെ കൊണ്ടുവന്ന് കലൂരിൽ മത്സരം സംഘടിപ്പിക്കുമ്പോൾ ഈ കടകൾ അടച്ചിട്ടാൽ പോലും മത്സരം സംഘടിപ്പിക്കുക എത്രമാത്രം പ്രായോഗികമാണ്? ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി വേണം മെസ്സിയെയും അർജന്റീനയെയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ മത്സരം വെച്ചാൽ കൂടുതൽ കാണികളെ പ്രവേശിപ്പിക്കാനാവും. എന്നാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരത്തിനുള്ള ടർഫ് കൊണ്ടുവരുന്നതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സമ്മതിക്കുമോ? കോടികൾ മുടക്കിയാണ് KCA ഗ്രീൻഫീൽഡിൽ പിച്ചുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രി പറയുന്നതനുസരിച്ച് ഈ വർഷം ഒക്ടോബറിൽ അർജന്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നിലവിൽ പുറത്തുവന്നിരിക്കുന്ന അർജന്റീനയുടെ ഷെഡ്യൂൾ പ്രകാരം സാധ്യമായ കാര്യമല്ല. അതിൽ മാറ്റം വരുത്തി അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നതും പ്രയാസം. 2026 ഫിഫ ലോകകപ്പിന്റെ വർഷമാണ്. ലോകകപ്പിന് മുമ്പ് കേരളത്തിൽ വന്ന് സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീനയെ പോലൊരു ടീം തയ്യാറാവില്ല. ലോകകപ്പിന് ശേഷം മെസ്സി അർജന്റീന ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. ഈ സാഹചര്യത്തിൽ 2026 മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക പ്രായോഗികമല്ല എന്ന വിലയിരുത്തലാണ് ശക്തം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.